നിവിൻ പോളിയുടെ കാര്യം പറഞ്ഞോട്ടെ. നിവിൻ പോളി DGPക്ക് കംപ്ലൈന്റ് കൊടുത്തു. എന്നിട്ട് എന്തായി? നിവിൻ പോളി കംപ്ലൈന്റ് കൊടുത്തിട്ട് പോലും പോലീസ് ആ പെൺകുട്ടിക്കെതിരെ ആക്ഷൻ എടുത്തില്ല. പിന്നെ നമുക്കൊക്കെ എന്ത് നീതി കിട്ടാൻ? കറക്റ്റ് ആണല്ലേ? പുരുഷ കമ്മീഷൻ ഉണ്ടായിരുന്നെങ്കിൽ ഉമ്മൻചാണ്ടിക്ക് നീതി കിട്ടുമായിരുന്നോ? അങ്ങനെ പറഞ്ഞു കൊടുക്കണ രമണ. പുരുഷ കമ്മീഷൻ വന്നിട്ടില്ല. വന്ന ശേഷം നമുക്ക് പറയാം നീതി കിട്ടിയോ നീതി കിട്ടിയില്ലേ എന്നോ. അത് കറക്റ്റ് ആണ്. സ്ത്രീകൾക്ക് എത്ര സ്ത്രീകൾക്ക് നീതി കിട്ടിയിട്ടുണ്ട് പറയാമോ? ചോദിച്ച ചോദ്യത്തിനാണ് അല്ല അത് പിന്നെ കമ്മീഷനുകൾ ജനങ്ങളെ ശത്രുവാക്കുവല്ലാതെ പുരുഷ കമ്മീഷൻ അതുകൊണ്ട് ഇവിടുന്ന് കിട്ടിക്കൊണ്ട് വന്നത് പ്രതികളെ രക്ഷപ്പെടുത്തുന്ന ഏറ്റവും ക്രൂരനായ വക്കീൽ എന്ന് എല്ലാവരും അധിക്ഷേപിക്കുന്ന ആളൂര് പോലും കേസിൽ പ്രതിയായിരുന്നു. അതിന് രണ്ട് കാര്യം വക്കീലിനോട്. ഒന്ന്, മുമ്പേ വക്കീൽ പറഞ്ഞു 14 ദിവസം അകത്ത് പോകുന്ന വലിയ കാര്യമാണ്. ഇദ്ദേഹത്തിന്റെ ഭാര്യ ഇദ്ദേഹത്തിന് പരാതി കൊടുത്താൽ ഇദ്ദേഹം 14 ദിവസം സുഖമായിട്ട് അകത്ത് പോകും. മുങ്കത്തെ ഉള്ളു നിങ്ങൾ കൊടുത്ത 2 വക്കീലാണ് എനിക്കറിയാം. അതിനുള്ള ഉത്തരം നമ്മുടെ തിരുവനന്തപുരം കോടതിയിൽ മറുപടി പറയാം. എങ്കിലും ഒരു വ്യാജ പരാതി കൊണ്ടു കൊടുത്താൽ, സ്ത്രീപീഡന പരാതി കൊണ്ടു കൊടുത്താൽ ഇവിടുത്തെ നിയമ സംവിധാനങ്ങൾ അയാൾക്കെതിരെ ഉടനടി കേസെടുക്കുന്നത് താങ്കളോട് ആരാണ് പറഞ്ഞത്? ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ 3ാമത്തെ കേസിലുണ്ടായ അറസ്റ്റ് അതിനാടകീയമായിട്ട് തന്നെയായിരുന്നു. പുറത്താരും അറിയാതെ പരമരഹസ്യമായി പോലീസുകാർ കോടതി പറയുകയാണ് എനിക്ക് നോട്ടീസ് തന്നു, നോട്ടീസ് കൈപ്പറ്റാൻ ഞാൻ റെഫ്യൂസ് ചെയ്തുകൊണ്ടാണ് എന്നെ അറസ്റ്റ് ചെയ്തത്. പച്ചക്കള്ളമാണ്. എന്റെ വീട്ടിലാണ് പോലീസ് വന്നത്. എന്റെ വീട്ടിലെ CCTV വിഷ്വൽസ് ഉണ്ട്, നിങ്ങൾക്ക് കാണാം. ഒരു നോട്ടീസും എനിക്ക് തന്നിട്ടില്ല. പച്ചക്കള്ളം പറയുകയാണ്. ഇതൊന്ന് വിനീത എഴുത്തുകാരിയുടെ ആയതുകൊണ്ട് ഒരു സങ്കല്പ ലോകത്താന്നും ഒരു മണിക്കൂർ കൊണ്ട് FIR ഇട്ടിട്ടുണ്ട് കേരളത്തിൽ. ഒറ്റ മണിക്കൂർ കൊണ്ട്. നിങ്ങൾ കരുതുന്നതല്ല, ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു SHOയുടെ വിശാല മറക്കത് അവര് FIR ഇടും. ഇവന് കുറച്ചു ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു. അതും ഇല്ലാതായി. എന്താ ഉറക്കം വരുന്നു.